അതുപോലെ ഇത് നട്ടിരിക്കുന്നത് നമ്മൾ പോട്ടിൽ ചകിരിച്ചോറും മണ്ണും നമ്മൾ തൊടിയിലൊക്കെ ഉണ്ടാവുന്ന മണ്ണും ചേർത്തിട്ടാണ്. ഇതാണ് അഗ്ലോണിമ, ഒരു വെറൈറ്റി ഐറ്റമാണ്. അഗ്ലോണിമയിലെ ഒരു വെറൈറ്റി ഐറ്റമാണ്. ഇതാകെ ഒരു തെയ്യുള്ളൂ എൻ്റെ അടുത്ത്. അപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോയിൽ ഇങ്ങനെ കാണലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇനി ഇതിന് ഒരു തെയ്യ് വീഡിയോ കാണുന്ന പോലെ നമുക്കൊരു തെയ്യം കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ മണ്ണൊക്കെ നമ്മൾ വേര് പോകാത്ത രീതിയിൽ ഇളക്കിയെടുത്ത് എന്നിട്ട് ആ മണ്ണൊക്കെ കളഞ്ഞ് നമുക്ക് ആ വേരൊക്കെ ഒന്ന് അധികമുള്ള വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് പരീക്ഷണമാണ്, നമുക്ക് നോക്കി നോക്കാം. ഇതിന് തെയ്യോള് ഒരു ഒറ്റ ചെടിയിൽ നിന്ന് തെയ്യ് ഉണ്ടാക്കുന്ന ഇതാണിത്. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കത് മുറിച്ച് മാറ്റാം. അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം. അതിൻ്റെ തണ്ടിലും ഒരു വേര് വരുന്ന രീതിയിൽ മുറിച്ചെടുക്കാം. ഇതിൽ അതിൽ വരുന്ന വേരൊക്കെ മുറിച്ച് മാറ്റി കളയില്ല. അങ്ങനെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലേക്ക് ഒരു പ്രധാന ഘടകമാണ് ഇത്. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കരിയില. ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന, നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന സംഭവം തന്നെയല്ലേ, തൊടിയിലൊക്കെ ഉണ്ടാവുന്ന കരിയില. ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന തേക്കിൻ്റെ ഇല കേട്ടോ. അപ്പോൾ കിട്ടിയത് നമുക്ക് ഏത് ഇലയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇല ഇട്ടതിൻ്റെ മേലെ മണ്ണ്, അത് നമ്മൾ തൊടിയിലുള്ള മണ്ണ് തന്നെയാണ് ചേർക്കുന്നത്. നല്ല കൈകൊണ്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൽ കല്ലോ വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റി നമ്മൾ കൈകൊണ്ട് തന്നെ ഒരു കുഴി കുഴിച്ച് നമ്മൾ തേങ്ങ നടാം. നല്ല ഭംഗിയുള്ള ചെടിയാണിത്. നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചെടിയും കൂടിയാണിത്. അങ്ങനെ നമുക്കിനി വെള്ളം തെളിച്ച് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം ചെയ്ത ചെടികൾ നട്ട പോലെ തന്നെ കരിയില ഉപയോഗിച്ച് തന്നെ, കരിയില ചട്ടിയുടെ അടിയിൽ വെച്ച് അതിൻ്റെ മുകളിൽ മണ്ണും വെച്ച് ചെടി നടുക. അതേ മെത്തേഡിൽ തന്നെയാണ്.
എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. ഈ ചെടി വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലും ഇട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആക്കി വെക്കാം. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇനി നമുക്ക് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ